നമുക്ക് ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 31 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് ഈ പകൽ സമയം നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വേദഭാഗം. അത് സാധാരണയായിട്ട് ഒരുപക്ഷെ മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടും പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലവും ഉള്ളതുകൊണ്ട് അതെല്ലാം വിശദീകരിപ്പാൻ നമുക്ക് സമയം നമ്മുടെ മുൻപിലില്ല. എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത നമ്മളത് ചിന്തിക്കുവാനായിട്ട് പോകുന്നു. എന്നാൽ പരസ്യമായിട്ട് അതൊന്ന് വായിക്കണം. ഗലാത്യ ലേഖനം, ബുക്ക് ഓഫ് ഗലേഷ്യൻസ്, എപ്പിസൽ ഓഫ് ഗലേഷ്യൻസ്, ചാപ്റ്റർ 4, beginning with verse 21 through to verse 31. ന്യായപ്രമാണത്തിൽ കീഴിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവീൻ. അബ്രഹാമിന് പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്താൽ ജനിച്ചിരുന്നു. ഇത് സദൃശ്യമാകുന്നു. ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായി മലയിൽ നിന്ന് ഉണ്ടായ അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. ഹാഗാർ എന്നത് അറബ് ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അതിപ്പോഴത്തെ യെരൂശലേമിനോട് ഒക്കുന്നു. അത് തന്നെ മക്കളോടുകൂടെ അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതിയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കാം, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുകളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശിയാക്കിയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം ഒരുപക്ഷെ അതിൻ്റെ പഴയ നിയമ പശ്ചാത്തലം നന്നായിട്ട് അറിയാത്തവർക്ക് മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും അതെല്ലാ ഭാഗവും വിശദീകരിപ്പാൻ നമുക്ക് സമയമില്ല. പെട്ടെന്ന് അതിനകത്തെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാം. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ സുവിശേഷത്തിൻ്റെ സത്യത്തെക്കുറിച്ച് തുടർന്നും താൻ വിശദീകരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെയും ആ കാര്യം നമുക്ക് ഗലാത്യ ലേഖനത്തിൽ ഉടനീളം അപ്പോസ്തലനാകുന്ന പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ താൻ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെയും ഈ രണ്ട് മാർഗങ്ങൾ തമ്മിലുള്ളതാകുന്ന ആ താരതമ്യം വളരെ വളരെ ശക്തമാകുന്ന ഭാഷയിൽ പഴയ നിയമ തിരുവഴുത്തുകളെ ആധാരമാക്കി, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ ആധാരമാക്കി പൗലോസ് തെളിയിപ്പാനായിട്ട് താൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമ ചരിത്രം ഒരു അലിഗറിയായിട്ട്, ഒരു ദൃഷ്ടാന്തമായിട്ട് താൻ ഇവിടെ ഈ പുതിയ നിയമത്തിലുള്ളതാകുന്ന സത്യം, സുവിശേഷത്തിന്റെ സത്യം വെളിപ്പെടുത്തുവാൻ പഴയ നിയമത്തില് വളരെ സുപരിചിതമായിരിക്കുന്ന ആ സംഭവം, ആ ഹിസ്റ്ററി, അത് ദൃഷ്ടാന്തമായിട്ട്, അലിഗറിയായിട്ട് താൻ ഉപയോഗിക്കുകയാണ്. ആ ദൃഷ്ടാന്തം പഴയ നിയമത്തിൽ നിന്നും എടുക്കുന്നു എങ്കിലും അതിൻ്റെ പ്രായോഗികമാകുന്ന അർത്ഥം വളരെ പ്രസക്തമാണ്. ഈ കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട്, വളരെ പ്രസക്തമായിട്ട്, വളരെ നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്നു പോകത്തക്ക നിലയിൽ വളരെ പ്രായോഗികമായിട്ട് പൗലോസ്ലീഹ ആ വിഷയം വിശദീകരിക്കുകയാണ്. രണ്ട് അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, അടിമത്വത്തിലുള്ളതാകുന്ന അനുഗ്രഹം. അവർ ചിന്തിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം ചില പാരമ്പര്യങ്ങളും ചില അനുഷ്ഠാനങ്ങളും ചില കർമ്മങ്ങളും ചില ചെയ്വനകളും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തോടുള്ള ബന്ധമെന്ന് അവർ കരുതുന്നു. ആ പ്രമാണങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് അടിമകളായിരിക്കുന്ന ഒരു കൂട്ടം നോമിനൽ ക്രിസ്ത്യൻഡം, ആ സാമുദായിക സംഘടനകളും എന്നു വേണ്ട, യഥാർത്ഥമായും വീണ്ടും ജനിച്ച് ക്രിസ്തുവേശു വരുത്തിയിരിക്കുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും ദൈവകൃപയും ഓരോ ദിവസവും അനുഭവിക്കാത്ത സകല നാമധേയ ക്രൈസ്തവ സംഘവും. അങ്ങനെ സകല നാമധേയ ക്രൈസ്തവ സംഘമെന്ന് ഞാൻ പറയുമ്പോൾ
നാമധേയ പെന്തക്കോസ്ത് സംഘവും അതിൽ ഉൾപ്പെടുന്നു. അവരെയും മാറ്റി നിർത്തിയിട്ടില്ല. ദൈവവുമായിട്ടുള്ളതാകുന്ന ബന്ധം കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രയത്നങ്ങളിലുമാണ് നിലനിൽക്കുന്നതെന്ന് ചിന്തിച്ച് വഞ്ചിക്കപ്പെട്ട് അതിന് അടിമകളായിരിക്കുന്ന ഒരു സമൂഹം. അതുകൂടാതെ ക്രിസ്തുവേശുവിൽ പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയിട്ട് സാക്ഷാൽ സ്വതന്ത്രരായിട്ട് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും സമാധാനവും ദൈവനീതിയും അനുഭവിക്കുന്ന, വീണ്ടും ജനിക്കുകയും വീണ്ടും ജനന അനുഭവത്തിന്റെ പുതുക്കത്തിൽ ക്രിസ്തുവേശുവിനെ സേവിക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടർ. ഈ രണ്ട് ഗ്രൂപ്പിലുള്ളവരെയാണ് ദൈവത്തിന്റെ വചനം ഇവിടെ രേഖപ്പെടുത്തിയതിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ ആ ഡിവിഷൻസ് പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഇത് സാധാരണ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമല്ലേ, അതുകൊണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക. ഐ നീഡ് യുവർ അൺഡിവൈഡഡ് അറ്റൻഷൻ. വളരെ വളരെ ശ്രദ്ധിച്ചെന്നെ കേട്ടാൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഭാഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതിന്റെ 22 പൗലോസ് ഇവിടെ പറയുന്നത്, ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിപ്പാൻ അല്ലെങ്കിൽ അതിന്റെ കീഴെ ഇരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ എന്നോട് പറയുവീൻ. ന്യായപ്രമാണത്തിന്റെ ആ പ്രവർത്തികളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പ്രവർത്തികളാൽ നമ്മുടെ പ്രയത്നത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവത്തോടുള്ളതാകുന്ന ആ പ്രത്യേക ആ അനുഭവങ്ങളും നിലനിർത്താമെന്ന് വ്യാമോഹിക്കുന്നവരോട് ന്യായപ്രമാണം തന്നെ പറയുന്ന ഉപദേശമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, Paul had done their homework and he is refuting them on their home ground. അവരുടെ പഠിപ്പിക്കലുകളെ നന്നായി മനസ്സിലാക്കി അവരുടെ മുറ്റത്ത് നിന്നുകൊണ്ട് അവരുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കാര്യങ്ങളെ താൻ വിശദീകരിക്കുകയാണ്. അതാണ് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ദയവായിട്ട് ആ വേദഭാഗത്ത് അല്പസമയം നിൽക്കാം. നമ്മുടെ സമയപരിധിക്കുള്ളിൽ തന്നെ ഞാൻ നിർത്തും. ആരും അതുകൊണ്ട് അലക്ഷ്യമായി ഇരിക്കരുത്. സമയപരിധിക്കുള്ളിൽ തന്നെ നമ്മുടെ സഭായോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണ്. നമ്മൾ 22, 23 ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററി പൗലോസ് പറയുന്നു. ആ ചരിത്ര പശ്ചാത്തലം, ആ ചരിത്ര പശ്ചാത്തലത്തില് അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഒരു മകൻ ദാസിയുടെ മകനും മറ്റൊന്ന് അത് ഇഷ്മയേൽ ദാസിയുടെ മകൻ, മറ്റൊന്ന് ഇസഹാക്ക് സ്വതന്ത്രയുടെ മകൻ അല്ലെങ്കിൽ സാറായുടെ മകൻ. അതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. അതിന്റെ 24 മുതൽ 27 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ ഈ 2 മക്കളും അവരുടെ അമ്മമാരും 2 നിലകളിലുള്ള മാർഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അതിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. അബ്രഹാമിന്റെ 2 മക്കൾ, ഒരാള് സ്വതന്ത്രയുടെ മകൻ, ഒരാള് ദാസിയുടെ മകൻ. അത് പറഞ്ഞിട്ട് ആ ചരിത്രം പറഞ്ഞിട്ട് അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുന്നതിന് മുൻപേ അതിന് ദൃഷ്ടാന്തമായിട്ട് 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറയുന്നു, ഈ 2 മക്കളും അവരുടെ അമ്മമാരും 2 നിലയിലുള്ള മാർഗങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്ന്, അടിമത്വത്തിന്റെ മാർഗം. ന്യായപ്രമാണം അനുസരിച്ച് ദൈവപ്രസാദം നേടാൻ കഴിയും എന്ന് തെറ്റായി ചിന്തിക്കുന്ന ആ മാർഗം, യഹൂദ മതം അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ആ മാർഗം. മറ്റൊന്ന് ക്രിസ്തീയ മാർഗം. അത് അല്ലെങ്കിൽ ഒരു വാക്കുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കർമ്മമാർഗവും മറ്റൊന്ന് വിശ്വാസമാർഗവും. കർമ്മമാർഗം അടിമത്വത്തിന്റെ മാർഗമാണെന്ന് പൗലോസ് പറയുന്നു. എന്നാൽ വിശ്വാസത്തിന്റെ മാർഗം അടിമത്വത്തിന്റെ മാർഗമല്ല, സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും മാർഗമാകുന്നു. അതാണ് 24 മുതൽ 27 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതിന്റെ 28 മുതൽ
31 മുതൽ വരെയുള്ളതാകുന്ന വാക്യങ്ങളില് പൗലോസ് ഈ ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഈ അലിഗറി അത് നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രായോഗികമാകുന്നു എന്ന് പറയുന്നു. പോൾ അപ്ലൈസ് ദ അലിഗറി ഇൻ പ്രാക്ടിക്കൽ ടേംസ് ടു അസ്. നമ്മോടുള്ള ബന്ധത്തിൽ ആ ദൃഷ്ടാന്തത്തെ താൻ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇശ്മയേലിന്റെ മാർഗത്തിലാണെങ്കിൽ എന്താണ് എന്നുള്ളത് താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ മാർഗത്തിലല്ലെന്നും നമ്മൾ ഇസഹാക്കിന്റെ ആ പ്രത്യേക മാർഗത്തിലാണെന്നും, അങ്ങനെയാണെങ്കിൽ നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, ഈ കാര്യമാണ് പ്രായോഗികമായിട്ട് പൗലോസ് പറയുന്നത്. ആ വേദഭാഗത്തിന്റെ ആപ്ലിക്കേഷൻ ദയവായി ശ്രദ്ധിക്കുക. അതിന്റെ പ്രധാനപ്പെട്ട 3 ഡിവിഷൻസ് 22, 23 വാക്യങ്ങൾ ചരിത്രത്തെ കുറിച്ച് പറയുന്നു, സംഭവങ്ങൾ പറയുന്നു. അതിന്റെ ശേഷം 24 മുതൽ 27 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ അതിനെ ദൃഷ്ടാന്തമായിട്ട് അതിന്റെ വാസ്തവത്തിലുള്ള അർത്ഥം ഇന്നതാണെന്ന് പറയുന്നു. അതിന്റെ ശേഷം അതിന്റെ 28 മുതൽ 31 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ആ ദൃഷ്ടാന്തത്തിന്റെ പ്രായോഗികമാകുന്ന അർത്ഥം എന്തെന്ന് പറയുന്നു. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ ആ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. ആകട്ടെ, നമ്മൾ ആ ഭാഗത്തേക്ക്, അവസാന ഭാഗത്തേക്ക് പെട്ടെന്ന് കടന്നു വരുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു. പൗലോസ് ഇവിടെ അതിന്റെ പ്രായോഗിക വശം പറയുന്നത് 28 വാക്യത്തില്, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. സ്തോത്രം. വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു നാം. എന്താണ് അതിന്റെ അർത്ഥം? നാം ജഡപ്രകാരമല്ല ജനിച്ചത്. ആ കാര്യം പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ജഡപ്രകാരം ജനിച്ച സന്തതിക്കും വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ആ 2 സന്തതികളുടെയും അമ്മമാർ വ്യത്യസ്തരാണ്. ജഡപ്രകാരം ജനിച്ചു എന്ന് പൗലോസ് പറയുന്ന സന്തതിയെ കുറിച്ച് പറയുമ്പോൾ അത് ഹാഗാറിൽ നിന്നും ജനിച്ചതാകുന്ന സന്തതിയാണെന്നും അത് അടിമത്വമാണെന്നും പൗലോസ് പറയുന്നു. എന്നാൽ വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതി സാറായിൽ കൂടെ ഇസഹാക്ക് ജനിച്ചു. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് അത് ആത്മപ്രകാരം ജനിച്ചതാകുന്ന സന്തതിയാണ്. സ്തോത്രം. ഇത് തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ത്? ഒന്ന്, ജഡപ്രകാരമാണ് ആ സന്തതി ജനിച്ചതെങ്കിൽ മനുഷ്യന്റെ പ്രയത്നവും മനുഷ്യന്റേതാകുന്ന പ്രവർത്തികളും നിമിത്തം ഉണ്ടാകുന്ന മതം. എന്നാൽ ആത്മപ്രകാരം ജനിച്ച സന്തതി എന്ത്? അത് പ്രകൃതിക്ക് അതീതമായി അത്ഭുതകരമായി ദൈവത്തിന്റെ മാത്രം പ്രവൃത്തി കൊണ്ട്, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ ദയയാൽ, ദൈവത്തിന്റെ കൃപയാൽ അസംഭവ്യമായിരുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ഇച്ഛ കൊണ്ടും ദൈവത്തിന്റെ ഹിതം കൊണ്ടും പ്രകൃതിക്ക് അതീതമായി ജനിച്ച സന്തതി, അതാണ് വാഗ്ദത്ത സന്തതി. ഞാൻ വിശദീകരിക്കാം. അസാധാരണമായി പ്രകൃതിക്ക് അതീതമായി ഈ ജനിച്ചതാകുന്ന ഈ സന്തതിയും പ്രകൃതിയാൽ ജനിച്ച സന്തതിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? നാം ഒരു നിമിഷം ദൈവത്തിന്റെ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നാം കർത്താവിന്റെ വചനം ശ്രദ്ധിച്ചാൽ, വിശേഷിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന് 11 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. നാം പ്രകൃതിയാൽ അടിമകളും ജാതികളുമായിരുന്നു എന്ന് പൗലോസ്ലീഹ അവിടെ പറയുന്നു. പ്രകൃതിയാൽ, ബൈ നേച്ചർ. നമ്മുടെ നേച്ചർ സാധാരണയായി സംഭവിച്ചത്, നോർമലായിട്ട് പ്രകൃതിയാൽ നമ്മൾ ജാതികളായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകിൽ നമ്മൾ നമ്മുടെ പ്രകൃതത്തിൽ തന്നെ ഇപ്പോഴുമായിരിക്കുന്നു. എപ്പോൾ വരെ ഒരു വ്യക്തി
ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ കരുണയിൽ രക്ഷയ്ക്കായി വ്യക്തിപരമായി കുടുംബത്തിൽ പെന്തക്കോസ്തുകാരുള്ളത് കൊണ്ടല്ല, അപ്പനും അമ്മയും പെന്തക്കോസ്തുകാരായതുകൊണ്ടല്ല, വ്യക്തിപരമായി ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് കൃപയാൽ വിശ്വാസത്താൽ ജനിക്കുന്നതുവരെ അവൻ പ്രകൃതിയാലുള്ളവനാണ്. ആ വ്യക്തി സാക്ഷ്യം പറഞ്ഞതുകൊണ്ടോ, ആ വ്യക്തി വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ടോ, ആ വ്യക്തി തിരുവത്താഴ മേശയിൽ പങ്കെടുത്തതുകൊണ്ടോ അവൻ ഇസഹാക്കാകുന്നില്ല. അവൻ പ്രകൃതിയാൽ എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണയാൽ, ദൈവത്തിന്റെ ഈ വോളിയം ഒത്തിരി കൂടുതലാന്നോ, ഒത്തിരി അരോചകമായിട്ട് തോന്നുന്നു. ഓക്കെ, ദൈവത്തിന്റെ മഹാകരുണയാൽ, ദൈവത്തിന്റെ മഹാദയാൽ, ദൈവത്തിന്റെ മാത്രം പ്രവർത്തിയാൽ ഒരു വ്യക്തി പ്രകൃതിക്ക് അതീതമായി, പ്രകൃതിക്ക് അതീതമായെന്ന് പറയുമ്പോൾ ഇന്നലെ വരെ കണ്ട വ്യക്തിയല്ല, യേശു ഹൃദയത്തിലേക്ക് വിശ്വാസത്താൽ കടന്നു വന്ന വ്യക്തി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതിയതായിരിക്കുന്നു. എന്റെ പ്രിയരെ, എന്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനേക ഭാഷകളിലും അനേക ഗോത്രങ്ങളിലും അനേക പശ്ചാത്തലങ്ങളിൽ നിന്നും കടന്നു വന്ന ദൈവമക്കളോട് അടുത്തിടപഴകുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. യഥാർത്ഥമായി ദൈവമക്കളായി തീർന്ന ഒത്തിരി പേരുമായിട്ട് അടുത്തിടപഴകിയിട്ടുണ്ട്. അങ്ങനെ അടുത്തിടപഴകിയപ്പോൾ അവരുമായിട്ട് അവരുടെ ആ കൾച്ചറും ഭാഷയും അവരുടെ പശ്ചാത്തലവും ഇതെല്ലാം എന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അങ്ങനെ തികച്ചും വ്യത്യസ്തമാകുന്ന ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ഗോത്രങ്ങളിൽ നിന്ന് എല്ലാം കടന്നു വരുന്നവർക്ക് ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ട്. പ്രിയരെ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എന്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലും പുറത്തോട്ടൊന്നും പോകാതെ കേരളത്തിൽ മാത്രം ജീവിച്ചിരുന്ന ചില വിശുദ്ധന്മാര് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയുള്ള വിശുദ്ധന്മാരെ ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്ന നോർത്ത് ഈസ്റ്റിലും മറ്റും തലകൊയ്യുന്നവരുടെ ഇടയിൽ നിന്ന് വന്നവരുമായിട്ട് ഇടപെട്ടപ്പോൾ അവിടെ ആ കൊച്ചു കേരളത്തിൽ എങ്ങനെ ആ വിശുദ്ധന്മാർ ദൈവത്തെ സ്നേഹിക്കുന്നുവോ അതേപോലെ തന്നെ, അതേ ഡിറ്റോ ആയിട്ട് യാതൊരു വ്യത്യാസവുമില്ലാതെ ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുന്ന വിശുദ്ധന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? ഇതിനൊരുത്തരമേ ഉള്ളൂ. അവിടെ ആ വ്യക്തിയിൽ, ആ വ്യക്തിയുടെ പ്രകൃതിക്കതീതമായി ഉയരത്തിൽ നിന്നും ഒരു ജനനം ദൈവം തന്റെ കൃപയാൽ സാധിപ്പിച്ചപ്പോൾ ആ വ്യക്തി ദൈവപൈതലായതുപോലെ തന്നെ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ബന്ധവുമില്ലാത്ത മറ്റേ വ്യക്തിയിലും പ്രവർത്തിച്ചു. അവനും ദൈവകൃപയാൽ ദൈവമകനായി തീർന്നു. പ്രിയമുള്ളവരെ, നിത്യതയിൽ കുരുത്തോല കൈകളിൽ ഏന്തിക്കൊണ്ട് ഒരു മഹാപുരുഷാരം നിന്ന് ഒരു പാട്ടാ പാടാൻ പോകുന്നത്. ഒറ്റ പാട്ടേ ഉള്ളൂ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. ഗോത്രങ്ങളിൽ, വംശങ്ങളിൽ, ഭാഷകളിൽ, വിവിധയിടങ്ങളിൽ ഞങ്ങളായിരുന്നു, എന്നാൽ ഞങ്ങളെല്ലാം നിന്റെ മക്കളായി തീർന്നു. പ്രിയരെ, പ്രിയരെ, എല്ലാത്തിലും അതീതമായി, പ്രകൃതിക്ക് അതീതമായി, ഭാഷയ്ക്ക് അതീതമായി, സകലവിധമാകുന്ന ഫിലോസഫികൾക്കും അതീതമായി ദൈവത്താൽ സംഭവിക്കുന്നതാണ് വീണ്ടും ജനനം. വീണ്ടും ജനിച്ചവരും മാത്രമേ സ്വർഗരാജ്യം
വാഗ്ദത്തം അവകാശമാക്കേയുള്ളൂ. വീണ്ടും ജനിക്കാത്ത ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ വീണ്ടും ജനനത്തെ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം വിശദീകരിക്കുന്നത്? അത് വിശദീകരിക്കുവാനാണ് അബ്രഹാമിന്റെ ചരിത്രം നമ്മുടെ മുൻപിൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ അബ്രഹാമിന്റെ ചരിത്രം? നമുക്ക് മാക്സിമം കേട്ടുകഴിഞ്ഞാൽ അബ്രഹാമിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആവറേജ് ബന്ധക്കോസ്തുകാരൻ അറിയാവുന്നത്, പട്ടിണിപ്പാവമായിരുന്ന ഒരുത്തനെ വിളിച്ചോണ്ട് വന്നു. അവനോട് പറഞ്ഞു, നിനക്ക് ദേശം തരാമെന്ന് പറഞ്ഞു, നിനക്ക് സമ്പത്ത് തരാമെന്ന് പറഞ്ഞു, പിന്നെ നിനക്ക് മക്കളില്ലല്ലോ, അതും തരാമെന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ അതല്ല ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. പിന്നെ എന്താ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ വചനം നമ്മൾ റോമാലേഖനവും ബാക്കിയുള്ള ഗലാത്യ ലേഖനവും ഒക്കെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതേ സംഭവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണത്തെ പൗലോസ് തെളിയിച്ചിരിക്കുക. എന്തുകൊണ്ട് ഈ സംഭവം എടുത്തേക്കുന്നു? വിശ്വാസത്താലുള്ള നീതീകരണത്തെ തെളിയിപ്പാൻ മക്കളില്ലാതിരുന്ന, മക്കളുണ്ടാകുവാൻ സാധ്യതയില്ലാതിരുന്ന ഒരു ദമ്പതിമാരുടെ ചരിത്രം എന്തിനാ വേദപുസ്തകം എഴുതിയേക്കുന്നത്? ഞാൻ പറയാം, വളരെ വ്യക്തമായിട്ട് അത് ഗ്രഹിക്കണം, വളരെ വ്യക്തമായി ഗ്രഹിക്കണം. അതാണ് അതിന്റെ അർത്ഥം, വേറെ ഒരർത്ഥവും അതിനില്ല. ഞാൻ വളരെ ധൈര്യത്തോടെ, വളരെ ബോധ്യത്തോടെ അത് പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഞാൻ പറയാം. നമ്മൾ ഈ ഭാഗം വായിച്ചല്ലോ, ഹാഗാറിനെ കുറിച്ച് വായിക്കുന്നു, ഇസ്മയേലിനെ കുറിച്ച് വായിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ആ സംഭവം നമുക്കറിയാം. ദൈവം വാഗ്ദത്തം കൊടുത്തു, സന്തതിയെ കൊടുക്കുമെന്ന് പറഞ്ഞു. കുറച്ചേറെ വർഷങ്ങൾ കഴിഞ്ഞു. 10-15 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്ന ഒരു ലക്ഷണവുമില്ല. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുന്ന നമുക്കറിയാം. വിശേഷിച്ച് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 15, 16, 17 ഈ അധ്യായങ്ങൾ വായിക്കണം. വ്യക്തമായി ആ കാര്യം മനസ്സിലാകും. കുറച്ചു കഴിഞ്ഞപ്പോൾ സാറാ സജസ്റ്റ് ചെയ്തു, അക്കാലത്ത് അന്ന് അവിടെ ഇന്ന് ഈ സരോഗസി എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഓൾഡർ വേർഷൻ, സരോഗേറ്റ് മദർ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഓൾഡർ വേർഷൻ. അന്ന് അത് പെർഫെക്റ്റ്ലി എത്തിക്കലായിരുന്നു, അതിന് യാതൊരു തെറ്റുമില്ലായിരുന്നു ആ കൾച്ചറിൽ. സാറ ഒരു കാര്യം സജസ്റ്റ് ചെയ്തു, അബ്രഹാം അത് കേട്ടു. ഹാഗാറിനെ വിവാഹം ചെയ്ത് അവളിൽ കൂടെ ഒരു സന്തതി ഉണ്ടായി. നീണ്ട 13 വർഷങ്ങൾ കടന്നുപോയി. 13 വർഷം കഴിഞ്ഞപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഇനിയും നിന്റെ പേര് അബ്രാം എന്നല്ല, അബ്രഹാം. ഇത് പറയുമ്പോൾ അബ്രഹാം പറയുന്ന മറുപടി, that Ishmael might live before you. അല്ല കർത്താവേ, ഇതൊന്നും എന്നോട് പറയണ്ട, ഇഷ്മായേൽ നിന്റെ മുൻപാകെ അങ്ങ് ജീവിച്ചിരുന്നാ മതി. കാരണം എന്താണെന്നറിയാമോ? ചില വർഷങ്ങൾക്ക് മുൻപ് വരെ തന്റെ കഴിവിൽ, തന്റെ വൈറ്റാലിറ്റിയിൽ ഒരു ഇഷ്മയേലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അബ്രഹാമിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കഴിവില്ല, അത് നിന്നു. ഇപ്പോൾ ഈ പറയുന്ന കാര്യം തികച്ചും അസംഭവ്യമാണ്. അതുകൊണ്ടാണ് അബ്രഹാം പറയുന്നത്, നോ ലോർഡ്, ഇസ്ഹാക്ക് അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതിയൊന്നും വേണ്ട, ഈ ഇഷ്മയേൽ അങ്ങ് ജീവിച്ചിരുന്നാ മതി. ദൈവം പറയുന്നത്, നോ, സാറായിൽ നിനക്കൊരു സന്തതി ഉണ്ടാകും. ദൈവത്തിന്റെ വചനം റോമാലേഖനം നമുക്കറിയാമല്ലോ, 4-ാം അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിർജീവത്വം ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു പോയിന്റിലെത്തി മനുഷ്യന്റെ ഒരു പ്രയത്നത്താലും വാഗ്ദത്ത സന്തതി ജനിക്കുക സാധ്യമേ അല്ല.
മനുഷ്യന്റെ ഒരു താല്പര്യത്താലും അബ്രഹാം ചിന്തിച്ചാലും സാറ ചിന്തിച്ചാലും ആര് ചിന്തിച്ചാലും നടക്കാതിരുന്നപ്പം ദൈവം തന്നെ ഒരു വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. ഇതാണ് ഇസഹാക്ക്. നാം ആകുന്നു ഇസഹാക്ക് എന്ന് പൗലോസ്ലീഹ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥമെന്ത്? നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, നമ്മുടെ പ്രയത്നം കൊണ്ടല്ല, നാം ആഗ്രഹിച്ചത് കൊണ്ടല്ല, നാം തേടിയത് കൊണ്ടല്ല, നാം പുറകെ പോയത് കൊണ്ടല്ല, നമ്മെ തേടി വന്ന് നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്ന് നമ്മെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതിയിടുകയും സ്വർഗത്തിലെ ദൈവം കരുണ കാണിക്കുകയും ആ കൃപയാൽ അസംഭവ്യമായിരുന്ന സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും ദൈവ മക്കളാക്കിയ ദൈവ കൃപയോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതാണ് ഇസഹാക്കിന്റെ അർത്ഥം. മനസ്സിലായോ? മനുഷ്യന്റെ യാതൊന്നിനാലും കഴിയാതെ ഇരുന്നപ്പോ ദൈവം തന്നെ ഇറങ്ങി വന്ന് വാഗ്ദത്ത സന്തതിയെ കൊടുക്കുക. ഇതാ ഇസഹാക്ക്. അങ്ങനെയാണോ നാം വീണ്ടും ജനിച്ചത്? ഈ വീണ്ടും ജനന അനുഭവം ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഇസഹാക്ക്, വാഗ്ദത്ത സന്തതി. ആ വാഗ്ദത്ത സന്തതിക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യുവാൻ കഴിയുന്നത്? ആ രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പെട്ടെന്ന്. 28 മുതൽ 31 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, the implications of being Isaac or the children of God or the children of the promise, വാഗ്ദത്ത സന്തതിയാകുക, ഇസഹാക്കാകുക എന്നതിൻ്റെ പ്രായോഗികമാകുന്ന ഫലങ്ങൾ എന്താ? 28 മുതൽ ഒന്ന് വായിച്ചേ പെട്ടെന്ന്. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. നോക്കുക, അവിടെ ശ്രദ്ധിക്കണം. നാം ആരാ? ഇസഹാക്ക്. അന്നോ നാം വാഗ്ദത്തത്താൽ ജനിച്ചവരാ. അതാ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സന്തതി എന്ന അർത്ഥം. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രീഡ് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങുന്നതല്ല വീണ്ടും ജനനം. വീണ്ടും ജനനം വാഗ്ദത്ത സന്തതിയാകുന്ന ഇസഹാക്കിനെ പോലെയാകുന്ന എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പ്രവൃത്തിയാൽ നമ്മിൽ പ്രവർത്തിച്ച് നമ്മെ വ്യത്യസ്തരാക്കുന്നതാ, നമ്മെ പുതുതായി ജനിപ്പിക്കുന്നത്. നമ്മെ ജനിപ്പിക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചന് ഇഷ്ടം തോന്നി, പ്രസാദം തോന്നി നമ്മെ മക്കളാക്കുന്നതാണ്. അങ്ങനെ ജനിച്ച നാം ആരാണ്? വാഗ്ദത്ത സന്തതി. അങ്ങനെ ജനിച്ച നമ്മുടെ പേരെന്താ? ഇസഹാക്ക്. നമ്മുടെ മറ്റേ പേരെന്താ? ഇസഹാക്ക്. കേട്ടോ, ദൈവമക്കളുടെ പേര് ഇസഹാക്ക് എന്നാ. അങ്ങനെയാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നാം ആരാകുന്നു? ഇസഹാക്ക് ആകുന്നു. അങ്ങനെയെങ്കിൽ ഇസഹാക്കിനുള്ളതാകുന്ന വാട്ട് ഈസ് ദ ലോട്ട് ഓഫ് ഐസക്? ഐസക്കിനുള്ളതാകുന്ന ലോട്ട് എന്താ? ഐസക്കിനുള്ളതാകുന്ന അവന് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാ? രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഒന്ന്, 29 വാക്യത്തിൽ ഒന്നും കൂടെ വായിച്ചു. യെസ്, അല്ല 29. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ. നോക്കുക, അപ്പൊ ഇസഹാക്കിന് ആദ്യം കിട്ടുന്നത് എന്തുവാ? ഉപദ്രവം. കേക്കണേ, വേദപുസ്തകമായി പറയുന്നത് ഇസഹാക്കിന് അന്ന് ഇസഹാക്കിനെ ആത്മപ്രകാരം ജനിച്ചവനെ ആരുപദ്രവിച്ചു? ജഡപ്രകാരം ജനിച്ചവൻ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. അങ്ങനെ ആണോ നിങ്ങളുടെ പുസ്തകത്തില്? അന്ന് അങ്ങനെ ആയിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാ, അതിനൊരു മാറ്റമില്ല. അങ്ങനെയെങ്കിൽ നോമിനൽ ക്രിസ്ത്യൻഡത്തിൽ നിന്ന്, നാമധേയ സംഘത്തിൽ നിന്ന്, വീണ്ടും ജനിക്കാത്ത ക്രൈസ്തവരെന്നുള്ള പേരുള്ളവരിൽ നിന്നാണ് വീണ്ടും ജനിച്ച ഇസഹാക്കിന് ഉപദ്രവം ദൈവസഭയുടെ ചരിത്രത്തിൽ തുടക്കം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയും കർത്താവിന്റെ വരവ് വരെ അങ്ങനെ തന്നെയായിരിക്കും. ലോകത്തിൽ നിന്ന് ഉപദ്രവം ദൈവങ്ങൾക്കുണ്ട്. എന്നാൽ ഏറ്റവും പ്രാഥമികമായിട്ട് ദൈവജനത്തിനുണ്ടാകാൻ പോകുന്ന ഉപദ്രവം ലോകമനുഷ്യരിൽ നിന്നല്ല, നാമധേയ സംഘങ്ങളിൽ നിന്നാണ്.
നാമധേയ സംഘങ്ങളിൽ നിന്ന്. ജഡപ്രകാരം ജനിച്ച സന്തതി ആത്മപ്രകാരം ജനിച്ചവരെ എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുന്നു. യേശു കർത്താവ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഉപദ്രവിക്കപ്പെട്ടത് ആരിൽ നിന്നാണെന്നറിയോ? സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷവുമായിട്ട് പോയപ്പോൾ അവനെ ഉപദ്രവിച്ചത് ജാതികളല്ലായിരുന്നു. പിന്നെ ആരായിരുന്നെന്നറിയാമോ? യഹൂദന്മാരാ. താൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഇവർ ചെന്നു. ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. സത്യ സുവിശേഷത്തിന് എതിർപ്പുണ്ടാകുന്നത് ലോകക്കാരിൽ നിന്നല്ല. ലോകക്കാര് സത്യസുവിശേഷം കേൾക്കുമ്പോൾ അവർ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടും. സത്യ സുവിശേഷത്തിന് എതിർപ്പുണ്ടാകുന്നത് വ്യാജ സുവിശേഷത്തിൽ നിന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സത്യ സുവിശേഷത്തിന് എതിർപ്പ് വ്യാജ സുവിശേഷകരിൽ നിന്നാണ്. സത്യവചനത്തിന് എതിർപ്പുണ്ടാകുന്നത് അക്രൈസ്തവരിൽ നിന്നല്ല, മുസ്ലിംസിൽ നിന്നല്ല. സത്യവചനത്തിന് എതിർപ്പുണ്ടാകുന്നത് നാമധേയ സംഘങ്ങളിൽ നിന്നാണ്. ദൈവത്തിന്റെ വചനം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, ദയവായിട്ടൊരു പാട്ടിന്റെ ഒരു ശീലം ഒന്ന് പാടാമെങ്കിൽ എന്റെ തൊണ്ടയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കാം. ഗ്രീഡിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരിൽ നിന്നായ എതിർപ്പ് എപ്പോഴും അത് മനസ്സിലായിക്കൊള്ളണം. The gospel of the grace of God is fiercely opposed by those who preach the gospel of greed. ഗ്രീഡിന്റെ, ദൈവഭക്തിയെ ആദായ സൂത്രമാക്കുന്നതിന്റെ, സ്വർഗീയമായതിനെ ഭൗതികവൽക്കരിക്കുന്നവരിൽ നിന്നാണ് കൃപയുടെ സുവിശേഷത്തിന്റെ എതിർപ്പ്. ഇസഹാക്കിന് ഇശ്മയേലിൽ നിന്നേ ഉള്ളൂ എതിർപ്പ്. ഇത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പൊ ഇസഹാക്കാണെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. സത്യവചനം പ്രസംഗിച്ചാൽ ഇന്ന് ദുരുപദേശമാണെന്ന് പെന്തക്കോസ്തുകാർ പറഞ്ഞു തുടങ്ങിയേക്കുന്ന കാലമാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് അത്ഭുതമില്ല. കാരണം അങ്ങനെ തന്നെ പറയും. സത്യ ഉപദേഷ്ടാക്കന്മാർ കൾട്ട് പ്രചരിപ്പിക്കുന്നവരാണെന്ന് പറയുന്ന പെന്തക്കോസ്തുകാരെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതമില്ല. കാരണം വചനം അതാ പറയുന്നത്. Gospel of the grace of God, the truth of the gospel cannot be compromised. സത്യ സുവിശേഷം അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയത്തില്ല. ഈ സുവിശേഷം അതിന് എതിർപ്പുണ്ട്. ഇസഹാക്കാണോ? ഇസഹാക്കിന് എതിർപ്പുണ്ട്. എതിർപ്പില്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ മതി, എവിടെയോ കുഴപ്പമുണ്ട്. ഇസഹാക്കിന് വാഗ്ദത്ത സന്തതിക്ക് എതിർപ്പുണ്ട്. അപ്പോൾ ഒന്നാമത് ഉപദ്രവം. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. രണ്ട്, എൻ്റെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. രണ്ടാമത്, ഇതുകൊണ്ട് തീരുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. That doesn't finish us here. ഇവിടെ അത് തീർക്കുന്നില്ല, അതുകൊണ്ട് തീരുന്നില്ല. പിന്നെന്താ? ഒന്നുകൂടെയുണ്ട്. അടുത്തത് 30-ാം വാക്യം. യെസ്. അപ്പോൾ സ്വതന്ത്രയുടെ മകന് ഇസഹാക്കിന് രണ്ടാമത്തെ കാര്യം എന്നറിയാവുള്ളത് അവകാശമുണ്ട്. ഉപദ്രവമുണ്ട്, കാര്യം ശരിയാ. ഇസഹാക്കിന് ഉപദ്രവമുണ്ടെന്ന് മനസ്സിലാക്കി വന്നേച്ചാ മതി. എന്നാൽ ഉപദ്രവം കൊണ്ട് തീരുന്നില്ല, അവകാശമുണ്ട്. ദൈവത്തിന്റെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്ന? വാക്യങ്ങൾ വായിക്കാം. പ്രിയമുള്ളവരെ, തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അബ്രഹാമിനുള്ളതെല്ലാം ആർക്കാ കൊടുത്തേ? ഇസ്മയേലിനാന്നോ? ആർക്കാ കൊടുത്തേ? ഇസഹാക്കിനാ കൊടുത്തത്. വാഗ്ദത്ത സന്തതിയാണെങ്കിൽ അവകാശിയ. വാഗ്ദത്ത സന്തതിയാണെങ്കിൽ ഒന്ന് ഉപദ്രവമുണ്ട്, അതുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ മതി, അതുണ്ട്. എന്നാൽ വാഗ്ദത്ത സന്തതിയുടെ സ്റ്റോറി ഇവിടം കൊണ്ട് തീരുന്നില്ല.
വാഗ്ദത്ത സന്തതി നിത്യമായി നിൽക്കാനുള്ളതാ. മറ്റേത് ഈ ഭൂമിയിൽ തീരും. മറ്റേ വെള്ളവും അപ്പം ഇതെല്ലാം തീരും. എന്നാൽ വാഗ്ദത്ത സന്തതിക്ക് കൊടുത്തത് തീരാത്തതാണ്, നിലനിൽക്കുന്നതാണ്, ഉത്തമമായതാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിൽ വാഗ്ദത്ത സന്തതി സമ്പത്തുകളുടെ അപഹാരം എന്തോ ചെയ്തു? സന്തോഷത്തോടെ സഹിച്ചു. കാരണം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സമ്പത്തിന്റെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എഫേസ്യർ 1:18, എഫേസ്യർ 1:18, കൊലോസ്യർ 1:12. പെട്ടെന്ന് വായിക്കണം, പെട്ടെന്ന് പഠിക്കൂ. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം, the riches of his inheritance in the saints. അത് വേണമെങ്കിൽ ദൈവത്തിന്റെ അവകാശമാണ് നാം എന്ന് പറയാം. നിശ്ചയമായിട്ടും ആ അർത്ഥം നൽകുന്നുണ്ട്. നാം ദൈവത്തിന്റെ അവകാശമാണ്. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവന്റെ അവകാശമാകുന്ന ജനമാകുന്നു. ഇസ്രായേൽ എനിക്കൊരു പ്രത്യേക സമ്പത്താകുന്നു. എന്നാൽ അതുമാത്രമല്ല, കൊലോസ്യർ 1:12, വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നോക്കുക, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് നമ്മെ എന്തിനു പ്രാപ്തരാക്കി? ശ്രദ്ധിച്ചേ, എന്തിനു പ്രാപ്തരാക്കി? തന്റെ സ്നേഹസ്വരൂപനാകുന്ന പുത്രന്റെ രാജ്യത്തിലാക്കി. പക്ഷേ നമ്മളെ എന്തിനാണ് പ്രാപ്തരാക്കിയത്? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള, ശ്രദ്ധിച്ചേ, എന്നെ കേട്ടെ, ഞാൻ ഇപ്പൊ നിർത്താം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നമ്മളെ എന്ത് ചെയ്തു? പ്രാപ്തരാക്കി, വിളിച്ചു. അന്ധകാരത്തിൽ നിന്ന് വിളിച്ചപ്പോ ഉപദ്രവമുണ്ട്. അത് നമ്മുടെ ലോട്ട, അത് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ടല്ലേ ഭക്തന്മാര് പാടിയത് എങ്ങനെയാണെന്നറിയാമോ? അവനീ തലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീടേണ അവന. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് ഉപദ്രവമുണ്ട്, പക്ഷെങ്കിൽ നമുക്ക് എന്തുണ്ട്? അവകാശമുണ്ട്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. ഉപദേശി അതിന്റെ തെളിവെന്ന, അതിനൊരു തെളിവുണ്ട്. എഫേസ്യർ 1:14 അതിന്റെ ഡൗൺ പേയ്മെന്റ്. യെസ്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായിട്ട്. ഓ ഹല്ലേലൂയ! നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിളിച്ചു. സ്വപുത്രന്റെ ആത്മാവിനെ അവകാശം കിട്ടുമെന്നതിന്റെ അടയാളവും ഉറപ്പുമായിട്ട് ഡൗൺ പേയ്മെന്റ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ദൈവം തന്നതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവകാശത്തിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നു. ഹല്ലേലൂയ! ഈ അവകാശത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്നാ പഠിപ്പിക്കുന്നത്? 1 പത്രോസ് 1:4 സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. റോമർ 8:17 നാം ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുയേശുവിന് കൂട്ടവകാശികളുമാകുന്നു. 1 യോഹന്നാൻ 3:2 പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ
ആരാകുന്നു? ദൈവമക്കളാകുന്നു. നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകയാൽ അവിടുത്തെ രൂപത്തോട് സദൃശ്യരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. ഇതിന് ദൈവം വെച്ചേക്കുന്ന മാർഗമെന്താ? ഒന്ന്, അതിൻ്റെ ആചാരമെന്നുള്ളത് പരിശുദ്ധാത്മാവ്. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവകൃപയും അവിടുത്തെ കൃപയുടെ വചനവും. വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:32. അപ്പോസ്തലപ്രവൃത്തി 20:32. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കേട്ടെ, വചനം വിട്ട് പരിശുദ്ധാത്മാവില്ല. കേൾക്കണേ. വാഗ്ദത്തത്തിന്റെ അച്ചാരമാകുന്ന പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ തന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്ത്? അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതിനാൽ എന്നെ മഹിമപ്പെടുത്തും. എന്താണ് എനിക്കുള്ളത്? അത് അവിടുത്തെ കൃപയുടെ വചനമാ. ഇതാണ് റോഡ് മാപ്പ്. വേറെ ഒരു മാപ്പും വിശുദ്ധന്മാർക്ക് തന്നിട്ടില്ല. അവകാശം തരുവാൻ പ്രാപ്തമാക്കുന്നത് എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ആചാരമായിട്ട് തന്നു. അവിടുത്തെ കൃപയുടെ വചനവും ദൈവത്തിന്റെ മഹാകൃപയും നമുക്ക് ദാനമായി തന്നുവെങ്കിൽ, നമ്മൾ വാഗ്ദത്തത്തിന്റെ മക്കളാണെങ്കിൽ, നമ്മൾ ഇസഹാക്കാണെങ്കിൽ, നാം ദൈവഹിതത്താൽ അവകാശികളാണ്. നാം ആകുന്നു അബ്രഹാമിന്റെ സന്തതി. നാം ആകുന്നു സ്വതന്ത്രർ. നാം ആകുന്നു ദൈവത്തിന്റെ ആത്മാവിൽ അവനെ ആരാധിക്കുന്നവർ. നാം ആകുന്നു ഇസ്രായേലിയർ, സാക്ഷാൽ ഇസ്രായേലിയർ. ഈ അനുഗ്രഹീയ പദവി നമുക്ക് ദൈവം തന്നതിനാൽ നന്ദിയോടെ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ഹൃദയവും ദൈവസന്നിധാനത്തിൽ സന്തോഷിക്കട്ടെ. കൃപയാൽ അസംഭവ്യമായിരുന്ന സ്ഥലത്ത് വാഗ്ദത്ത സന്തതി മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചതുപോലെ നമ്മെ വീണ്ടും ജനിപ്പിക്കുവാൻ കൃപ തോന്നി നമ്മെ വാഗ്ദത്ത സന്തതിയാക്കിയാൽ നമുക്ക് ഉപദ്രവമുണ്ട്. എന്നാൽ ധൈര്യപ്പെടൂ, നമുക്കൊരവകാശമുണ്ട്. അതിനായിട്ട് നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും സഹവാസവും കൂട്ടായ്മയും നമ്മിലവരോടും ലോകമ്പോടുള്ള സകല വിശുദ്ധന്മാരോടുകൂടിയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദയവായി ഈ ആഴ്ചയിലെ